പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, PMK എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഡെറിവേറ്റീവ്സ് ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന്, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സ് ദർ ആർ ഫ്ലക്ച്വേഷൻസ്. നമുക്കറിയാം, ഫിനാൻഷ്യൽ മാർക്കറ്റിലും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലും ഒക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫ്ലക്ച്വേഷൻസ് എക്സ്പോസ് ദ പാർട്ടീസ് ടു റിസ്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് അവിടെയുള്ള പാർട്ടീസിന് റിസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഹെൻസ് പാർട്ടീസ് വുഡ് ലൈക്ക് ടു ഹെഡ്ജ് ദെയർ റിസ്ക്. അപ്പോൾ ഈ പാർട്ടികൾക്കൊക്കെ അവരുടെ റിസ്ക് ഹെഡ്ജ് ചെയ്യണം. അതായത് ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. റിസ്കിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഫോർ ഹെഡ്ജിങ് ദ റിസ്ക് സം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് റീസെൻ്റ്ലി. അപ്പോൾ ഇത്തരത്തിൽ റിസ്കുകളെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി അഥവാ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഡെറിവേറ്റീവ്സ് ആർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. അതായത് റിസ്കുകളെ ഹെഡ്ജ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സുകളെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. വെൻ ദ ഫേം റെഡ്യൂസസ് ഇറ്റ്സ് റിസ്ക് എക്സ്പോഷർ ബൈ യൂസിങ് ദ ഡെറിവേറ്റീവ്സ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെഡ്ജിങ്. അതായത് നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ റിസ്കുകൾ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് ഈ ഡെറിവേറ്റീവ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഹെഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം റിസ്കുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ്സിനെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മീനിങ് എന്താണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ദസ് ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കോൺട്രാക്ട് ഹൂസ് വാല്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം സം അതർ അസെറ്റ്സ് വിച്ച് ആർ കോൾഡ് അണ്ടർലൈങ് അസെറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതൊരു പക്ഷേ എന്താവാം? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം. ഓർ കോൺട്രാക്ട്സ്, അതല്ലെങ്കിൽ എന്താവാം? കോൺട്രാക്റ്റുകളാവാം. രണ്ട് പേർ തമ്മിൽ എഴുതി തയ്യാറാക്കുന്ന കോൺട്രാക്റ്റുകളാവാം. ഹൂസ് വാല്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം സം അതർ അസെറ്റ്സ്. അപ്പോൾ ഈ കോൺട്രാക്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെയോ ഒക്കെ വാല്യൂസുകൾ ഡിറൈവ് ചെയ്യുന്നത് ചില അസറ്റിൻ്റെ മുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ചില അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റ്സിനെ നമ്മൾ പറയുന്നത് അണ്ടർലൈയിങ് അസറ്റ്സ് എന്നാണ്. ഈ അണ്ടർലൈയിങ് അസറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത്, ദ അണ്ടർലൈയിങ് അസറ്റ്സ് മേ ബി ഇൻട്രസ്റ്റ് റേറ്റ്. അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, ഫോറിൻ എക്സ്ചേഞ്ച് ആവാം, അല്ലെങ്കിൽ കമ്മോഡിറ്റി ആവാം, ഷെയർ ആവാം, എനി അതർ സെക്യൂരിറ്റീസ്. ഇവയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺട്രാക്റ്റുകൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അണ്ടർലൈയിങ് അസറ്റ്സ് എന്നാണ് പറയുക. ഈ ഫിനാൻഷ്യൽ ഈ ഡെറിവേറ്റീവ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് അല്ലെങ്കിൽ അസറ്റ്സുകളെയാണ് നമ്മൾ അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, ഫോറിൻ എക്സ്ചേഞ്ച് ആവാം, കമ്മോഡിറ്റി ആവാം, ഷെയർ ആവാം, അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസുകളാവാം. അപ്പം ഇതിനെയൊക്കെ നമ്മൾ അണ്ടർലൈയിങ് അസറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഷോർട്ടായിട്ട് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഡെറിവേറ്റീവ്സ് ആർ കോൺട്രാക്ട്സ് വിച്ച് ആർ റിട്ടൺ ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ഈസിലി മാർക്കറ്റബിൾ അസറ്റ്സ്. അതായത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതൊരു കോൺട്രാക്റ്റ് ആണ്, രണ്ട് പേർ തമ്മിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അത് ഒരു മാർക്കറ്റബിൾ അസറ്റ്സ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈയിങ് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ എഴുതി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം.
അക്കോർഡിംഗ് ടു റോബർട്ട് മോക്ലാൻഡ്, അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ഡെറിവേറ്റീവ് എ സിംപ്ലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓർ ഈവൻ മോർ സിംപ്ലി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, അല്ലെങ്കിൽ ഇതെന്താവാം, ഒരു എഗ്രിമെൻ്റ് ആണ്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. വിച്ച് ഹാസ് വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രൈസ് ഓഫ് സംതിങ് എൽസ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? എന്തിൻ്റെയെങ്കിലും പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്? ഒന്നാമത്തെ തന്നെ പറയുന്നത് അണ്ടർലൈങ് അസെറ്റ്. ഈച്ച് ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് ആസ് ആൻ അണ്ടർലൈങ് അസെറ്റ്. ഏതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനും എന്തുണ്ടായിരിക്കും? അണ്ടർലൈങ് അസെറ്റ് ഉണ്ടായിരിക്കും. ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ മേക്ക് ചെയ്യുന്നത് ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അപ്പോൾ അത് സച്ച് ആസ് ആൻ ഇക്വിറ്റി, ഫോറിൻ കറൻസി, ബോണ്ട്, കമ്മോഡിറ്റി. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നൊരു പക്ഷേ ഇക്വിറ്റി ആവാം, ഫോറിൻ കറൻസി ആവാം, ബോണ്ട് ആവാം, കമ്മോഡിറ്റി ആവാം. അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. ദസ് ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഒരു ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്? അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഉണ്ടാവില്ല എന്ന് ഓർക്കുക. ദെൻ പ്രീ ഡിഫൈൻഡ് പീരീഡ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു പീരീഡ് ഇതിനുണ്ടാവും. ദാറ്റ് മീൻസ് ഓൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് എ പ്രീ ഡിറ്റർമൈൻഡ് ഫിനിറ്റ് ലൈഫ്. അതായത് ഏതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിനും ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഫിനിറ്റ് ലൈഫ് ഉണ്ടാവും. ഫിനിറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കും. ആ കാലാവധിക്കുള്ളിൽ അതെന്ത് ചെയ്യും? അവസാനിക്കുകയും ചെയ്യും. നമ്മളൊരു ഫ്യൂച്ചറിലുള്ളൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ഇതെന്ത് ചെയ്യും? അവസാനിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിക്സഡ് പീരീഡ് ബൈ എക്സ്പിയർ ഓർ ക്ലോസ്ഡ് ഔട്ട് ആൻഡ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ പീരീഡ് പറഞ്ഞിരിക്കുന്നത് ആ പീരീഡിൻ്റെ കാലാവധി തീരുന്നതോട് കൂടിയിട്ട് ആ കോൺട്രാക്റ്റ് അവസാനിക്കുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും? ഈ ട്രാൻസാക്ഷൻസുകൾ, പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ നടത്തുകയും ചെയ്യും. ദെൻ അടുത്തതാണ് കോൺട്രാക്റ്റ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. കോൺട്രാക്റ്റ് ഓഫ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ദ കോൺട്രാക്റ്റ് ഈസ് ടു ബി ഫുൾഫിൽഡ് ഇൻ ഫ്യൂച്ചർ. ഇത് ഫുൾഫിൽ ചെയ്യുന്നത് എപ്പോഴാണ്? ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റിലാണ്, ഭാവിയിൽ. ഇപ്പോൾ നമ്മൾ കറണ്ട് പീരീഡിലാണ് കോൺട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിലും അത് ഫുൾഫിൽ ചെയ്യുന്നത്, അത് നമ്മൾ അവസാനിക്കുന്നത് ഭാവിയിലുള്ളൊരു ഡേറ്റിലായിരിക്കും. ഒരുപക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും അത് ഫുൾഫിൽ ചെയ്യുന്നത്. ദ ഫ്യൂച്ചർ പീരീഡ് മേ ബി ഷോർട്ട് ഓർ ലോങ്. ഫ്യൂച്ചർ പീരീഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഷോർട്ട് ആവാം അല്ലെങ്കിൽ ലോങ് ആവാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക? നമ്മുടെ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഹെഡ്ജിങ് റിസ്ക്. റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നത്. ഡെറിവേറ്റീവ് ആർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. ദേ ഹെൽപ്പ് ടു ട്രാൻസ്ഫർ പ്രൈസ് റിസ്ക് ബൈ ലോക്കിംഗ് ഇൻ അസെറ്റ് പ്രൈസസ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ്, അതിൻ്റെ വാല്യൂ കുറയും എന്നൊരു പേടി നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് മിനിമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ്സ്
റിക്വയർ വെരി ലോ ഓർ നോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ പേയ്മെൻറ്റ് ഇല്ലെങ്കിലോ നമുക്ക് ഈ ഡെറിവേറ്റീവ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, അംഗമാവാൻ പറ്റും, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ആക്ച്വൽ അസറ്റ് ഓർ ലയബിലിറ്റി. ഇത് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുമ്പോഴും നമ്മളൊരു പക്ഷേ അതിനൊരു ബാലൻസ് ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യും. എന്നാൽ ഇത് ഒരു ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ്സ് ആർ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ദേ ആർ നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. The size of derivative depends upon the notional amount. The notional amount is the amount used to calculate payoff. ഇനി അടുത്തതാണ് സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. നിങ്ങൾ മനസ്സിലാക്കുക, ഡെറിവേറ്റീവ്സ് ആർ മോസ്റ്റ്ലി സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഹെൻസ് ഡെറിവേറ്റീവ്സ് ആർ നോട്ട് യൂസ്ഫുൾ മൊബിലൈസിങ് ഫ്രഷ് ക്യാപിറ്റൽ ബൈ കമ്പനീസ്. കമ്പനീസിന് ഒരു ഫ്രഷ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ ഈ ഡെറിവേറ്റീവ്സിനെ കൊണ്ട് സാധിക്കില്ല. കാരണം ഇതൊരു സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഡെറിവേറ്റീവ്സിനുള്ളത്. നമ്മളിതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അടുത്ത സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.